ഹായ്, വെൽക്കം ടു മാസ്റ്റർ. ഇന്നിവിടെ ലുക്കപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ഉണ്ടായാൽ ലുക്കപ്പ് ചെയ്യുന്ന മാസ്റ്റർ ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാൽ എന്ത് എററാണ് കാണിക്കുക എന്നൊരാൾ ചോദിച്ചിരുന്നു. അതായത് എറർ കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു സംശയം പറഞ്ഞു. അത് സിമ്പിളാണ്. എറർ കാണിക്കുന്നില്ല, അതിൽ എറർ ഉണ്ട്, പക്ഷേ നമ്മൾക്കത് സിസ്റ്റം എററായിട്ടല്ല വരിക, നമ്മുടെ റിസൾട്ട് എററായിരിക്കും. കാരണം റോങ് ഡാറ്റയാണ് നമുക്ക് കിട്ടുക. അവിടെ നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ കോഡ് കോഡ് 100, 200, 300, 400 അങ്ങനെ കോഡ് ഇട്ടിട്ടുണ്ട്. അതിൽ യെല്ലോ, റെഡ് ഓരോ കോഡ് എക്സാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഞാൻ ഒന്ന് ഇൻറ്റൻഷ്യലി ഡ്യൂപ്ലിക്കേഷൻ ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ 100 യെല്ലോ ആണ്, അതേസമയം ഇവിടെ ഒരു 100 മജൻഡ എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേഷൻ 100 എന്ന് പറയുന്ന കോഡ് ഡ്യൂപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലുക്കപ്പ് ചെയ്ത് നോക്കാം. നമ്മൾക്കിപ്പം ഒരു 100 മുതൽ ഇവിടത്തേക്ക് നമ്മൾ ലുക്കപ്പ് ചെയ്യാണ്. നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ട ഡാറ്റ വീണ്ടും ഒരു 100 കൊടുക്കാം. പിന്നെ ഒരു 750 റോങ് നിൽ ഡാറ്റ വേണം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഡാറ്റ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിനെ ലുക്കപ്പ് ചെയ്യണം. നമ്മൾ സാധാരണ ലുക്കപ്പ് ചെയ്ത് നോക്കണം. അതായത് ഇതാണ് മാസ്റ്റർ ഡാറ്റ. നമുക്ക് വേണ്ടത് 100, 200, 300 എന്നുള്ള ഇതിൽ 100 3 പ്രാവശ്യം 100 വലിച്ചിട്ടുണ്ട്. ഈ 3 പ്രാവശ്യം 100 എന്ന കോഡ് ഇവിടെ ലുക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡാറ്റ കിട്ടുമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എററായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടുന്ന 100 എന്ന് പറയുന്നത് യെല്ലോ, അതാണ് റിപ്പീറ്റ് ചെയ്ത് വരിക. അത് നോക്കാം, അത് ഒന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. അതാണ് കാണിക്കുക. ശരിക്കും ഇവിടെ 100 മജൻഡ ഉണ്ട്. 100 ഡ്യൂപ്ലിക്കേഷൻ ശരിക്കും മജൻഡ എന്ന് എവിടെയും കാണിക്കില്ല. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ എവിടെയും മജൻഡ കാണിക്കില്ല. ആദ്യം എന്താണോ കിട്ടുന്നത് അതാണ് സിസ്റ്റം കാണിക്കുക. ഇപ്പോൾ ഇവിടെ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഫംഗ്ഷൻ എടുക്കുക. VLookup ചെയ്ത് വെച്ചതുകൊണ്ട് അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ലുക്കപ്പ് വാല്യൂ ഇതാണ്. ഇനി ലുക്കപ്പ് ആരെ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. നമുക്കറിയാം, നമ്മളൊരു F4 അടിക്കണം കോൺസ്റ്റൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. F4 ക്ലിക്ക് ചെയ്യണം. ഇനി 1, 2 രണ്ടാമത്തെ ഡാറ്റയാണ് നമുക്കിവിടെ വരേണ്ടത്, രണ്ടാമത്തെ കോളത്തിൽ. അതായത് മാസ്റ്റർ ഡാറ്റ ടേബിളിലെ രണ്ടാമത്തെ കോളം, അത് 2 എക്സാക്റ്റ് മാച്ച് വേണം. അത് 0, അതായത് എറർ ഫാൾസിന് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇത് നമ്മൾ താഴോട്ട് വലിക്കണം. ഇത് നമ്മൾക്കറിയാം, ഇങ്ങനൊരു കോഡ് ഇതിലില്ല, കറക്റ്റ് റോങ് ആണ്, ശരിയാണത്. അതേസമയം 100 യെല്ലോ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 സ്ഥലത്തും 100 യെല്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. കാരണം 100 മജൻഡ ഇവിടെ ഉണ്ടെങ്കിലും 100 മജൻഡ അത് എടുക്കില്ല. ആദ്യം കിട്ടുന്ന റെക്കോർഡ് അതിന് ആൽഫബറ്റിക് ഓർഡർ അങ്ങനത്തെ ഒന്നുമില്ല. ആദ്യം എന്താണ്, നമ്മൾ ഉദാഹരണത്തിന് നമ്മളിവിടെ യെല്ലോ എടുത്ത് യെല്ലോ കോപ്പി ചെയ്ത് മജൻഡയുടെ സ്ഥാനത്തും മജൻഡ കോപ്പി ചെയ്ത് യെല്ലോൻ്റെ സ്ഥാനത്ത് ഇട്ടാൽ ആദ്യം മജൻഡയാണ്, ഓട്ടോമാറ്റിക്കലി അത് മജൻഡയായി മാറി. അപ്പം അതിലങ്ങനെ യാതൊരു ലോജിക്കും ഇല്ല. ആദ്യം കിട്ടുന്ന ഡാറ്റ അതാണ് വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് മാസ്റ്റർ റെക്കോർഡിൽ 100 മജൻഡയാണ് ഇവിടെയുമെങ്കിൽ നമ്മൾക്കത് എററല്ല. പക്ഷേ 100 തന്നെ എഗെയിൻസ്റ്റ്, അതായത് ഈ കോളം യുണീക്കായിരിക്കണം. അതാണ് ഉദ്ദേശിച്ചത്. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ തെറ്റ് ഇത് എങ്ങനെയാണ് ഈ എറർ സംഭവിക്കുന്നതിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.